ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നത്, ടർക്കിഷ് ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കണക്ക് നോക്കിയിട്ട് എല്ലാം നമ്മൾ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3/4 കിലോ ചിക്കൻ്റെതാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ എടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ, ഇനി 1 ടീസ്പൂൺ പെപ്പർ. ഇനി നമുക്ക് വേണ്ടുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഒറിഗാനോ. ഒറിഗാനോ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഒറിഗാനോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഇപ്പോൾ ഗാർലിക് പൗഡറോ അല്ലെങ്കിൽ ജിഞ്ചർ പൗഡറോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതാണ് ബെറ്റർ. അപ്പം അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടത്. നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം, എന്നിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അത്ര എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടത്. മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് തേച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല. അപ്പോൾ ഈ ഒരു ടൈം ചിക്കൻ ഇടുന്നതിന് മുമ്പേ ഉപ്പും മുളകൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതൊരു മിനിമം 1 മണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മാഗ്നേറ്റ് ചെയ്തിട്ട്. എന്നാലേ ചിക്കൻ്റെ ഒത്തേക്ക് നന്നായിട്ടൊന്ന് മസാലയിൽ പിടിച്ച് വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ചിക്കൻ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത ഓയിൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലും കുറച്ച് ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ലാസ്റ്റ് ഇത് ഒഴിവാക്കേണ്ടി വരും. നമ്മൾ മുഴുവൻ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിൻ്റെ അളവിൽ നിങ്ങൾ ആ ഒരു അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ബട്ടറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മൈദ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൈദയും പാലും മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പാല് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്.
ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടിയൊന്നും അധികം ഇല്ലാണ്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ 1 കപ്പ് പാലാണ് എടുത്തത്. ഇതിലേക്ക് കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്ലേവറിന്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് തിക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഫ്രൈ ആയ ചിക്കൻ മേലെ നമുക്ക് ഈ വൈറ്റ് സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കവറാക്കുന്ന രീതിയിൽ നമ്മൾ വൈറ്റ് സോസ് മുഴുവനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സോസ് മുഴുവനും. ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തത്. ഇപ്പോൾ 1 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഇത് ഇട്ട് കൊടുക്കാം, സോസിൻ്റെ മേലെ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചുറ്റിലും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇതിൽ അത്യാവശ്യത്തിന് സ്പൈസസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഒന്ന് മൂട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചീസ് മെൽട്ടാകാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.